രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലെ നാരായണീയം ക്ലാസ്സിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ നാരായണീയം 2ാമത്തെ ദശകം 5ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ ഇവിടെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലേലിസ്റ്റിനകത്ത് 1, 2, 3, 4 എന്ന് അടുക്കിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോയിൽ എന്തൊക്കെയുണ്ട്, നമ്മുടെ രാധേ രാധേ എന്ന ചാനലിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഒരു വീഡിയോ ആയിട്ട് ഇതിൻ്റെ തൊട്ടു പിന്നിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും കൂടെ നോക്കുക. പിന്നെ എല്ലാ തിങ്കളാഴ്ചയും നമുക്ക് നാരായണീയം ക്ലാസ്സാണ് 12 മണിക്ക്. ഇത് കേട്ട് ആരോഗ്യ സൗഖ്യങ്ങൾ നേടണം. ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ വീഡിയോ കാണാനായിട്ടിരിക്കേണ്ടത്. വീഡിയോ തീർന്നു കഴിയുമ്പോഴും ഗുരുവായൂരപ്പനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ആരോഗ്യ സൗഖ്യം തരണേ എന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ പട്ടതിരിപ്പാടിന് രോഗശമനം കൊടുത്തതുപോലെ ഞങ്ങളുടെയും രോഗങ്ങളൊക്കെ ഇല്ലാതാക്കണേ ഭഗവാനെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. അതേ കണക്ക് തന്നെ ഇതിനകത്ത് നമുക്ക് ചൊവ്വാഴ്ച രാധയുടെ പ്രണയമുണ്ട്, നിശ്ചയമായും കാണണേ. വ്യാഴാഴ്ച അഷ്ടപതിയുടെ ക്ലാസ് നിങ്ങൾ കേൾക്കണേ. പിന്നെ ബുദ്ധനി താല്പര്യമുള്ളവർക്ക് ബുധനാഴ്ച ബുദ്ധനും, വെള്ളിയാഴ്ച അത് നിർബന്ധമായി, അത് ബുദ്ധനി താല്പര്യമൊന്നുമല്ല, നിങ്ങൾക്ക് ധർമ്മപദം വായിച്ച് അത് അക്ഷരം പ്രതി നടപ്പിലാക്കാതെ ഒരിക്കലും മോക്ഷം കിട്ടില്ല. മോക്ഷം കിട്ടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, ധർമ്മപദം.
ആ ധർമ്മപദം വായിക്കുക, ധർമ്മപദം കേൾക്കുക, അതനുസരിച്ച് പതുക്കെ പതുക്കെ പ്രവർത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഒരുപക്ഷെ ഒരു ജന്മം കൊണ്ട് നടന്നെന്നിരിക്കത്തില്ല, 1 2 ജന്മം കൊണ്ട് മോക്ഷം കിട്ടും. ധർമ്മപദത്തിലൂടെ അല്ലാതെ നിങ്ങൾക്ക് മോക്ഷം ലഭിക്കാൻ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ധർമ്മപദത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൂടെ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, മോക്ഷം കിട്ടൂ. അല്ലാതെ ഒരിക്കലും നിങ്ങൾക്കത് സത്യമെന്തെന്ന് കണ്ടെത്താൻ കഴിയില്ല. കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായ എന്നൊരു വീഡിയോ ഉണ്ട്, തീർച്ചയായിട്ടും അത് കാണണേ, അതൊരിക്കലും മിസ് ചെയ്യരുത്. അതേ കണക്ക് ഒരിടത്തൊരിടത്തൊരച്ഛനുണ്ടായിരുന്നു എന്ന വീഡിയോ നിശ്ചയമായും നിങ്ങൾ കണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് നാരായണീയം നമുക്ക് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരിത്തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. ഇന്ന് നാരായണീയം 5ാമത്തെ ശ്ലോകം. ഇന്ന് നമുക്ക് ഇത് പാടിത്തരുന്നത് കൃഷ്ണപ്രിയയാണ്. അഷ്ടപതിയിലൂടെ, പിന്നെ നാരായണിയും ഇടയ്ക്കുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അഷ്ടപതിയിലൂടെ നിങ്ങളുടെയൊക്കെ ഹൃദയം കവർന്ന കൃഷ്ണപ്രിയ അതിമനോഹരമായിട്ട് ഇത് ആലപിക്കുകയാണ്. അത് കേട്ടുകൊള്ളൂ. അതിനുശേഷം നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നതാണ്. ലക്ഷ്മീസ്താവകരാമണീയകഹൃദൈവേയം പരേഷ്വസ്ഥിരേത്യസ്മിन् അന്യദപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപതേ. യേ ത്വദ്ധ്യാനഗുണാനുകീർത്തനരസാസക്താ हि ഭക്താ ജനാസ്തേഷ്വേഷാ വസതി സ്ഥിരൈവ ദയിതപ്രസ്താവദത്താദരാ. അപ്പോൾ കൃഷ്ണപ്രിയ ഇത് മനോഹരമായി പാടിയത് നിങ്ങളെല്ലാവരും കേട്ടല്ലോ. അതേപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ എനിക്ക് പനിയാണ്, ജലദോഷമാണെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേരെന്നെ വിളിച്ചിരുന്നു, ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു, സാറേ സൂക്ഷിക്കണം, ഇപ്പോഴത്തെ പനിയാണ് എന്ന് പറഞ്ഞ്. പിന്നെ ചിലരാകട്ടെ ഇതിനകത്ത് ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പം അലോപ്പതി ഡോക്ടേഴ്സ് ആകട്ടെ ഉടനെ അതിൻ്റെ മെഡിസിൻ സഹിതം എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് അയച്ചു. അലോപ്പതി ഡോക്ടേഴ്സ് ഉണ്ട്, ആയുർവേദ ഡോക്ടേഴ്സ് ആയുർവേദത്തിലെ ചില മരുന്നുകൾ എനിക്ക് ഇതിനകത്ത് പേരെഴുതി ഇന്ന കണക്ക് ഇത്ര ടാബ്ലറ്റൊക്കെ വെച്ച് കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അയച്ചു തന്നു. അപ്പം നിങ്ങളുടെ ഈ സ്നേഹാന്വേഷണങ്ങൾക്ക് നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ഇതൊക്കെ അന്വേഷിച്ച എല്ലാവരെയും സാക്ഷാൽ ഗുരുവായൂരപ്പനും രാധാറാണിയമ്മയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ദീർഘായുസ് ഉണ്ടാകട്ടെ. അപ്പം നോക്കേ, ലക്ഷ്മി സ്ഥാവക രാമണീയക ഹൃദൈവേയം പരേക്ഷ്വസ്ഥിരേ തസ്മിന്നന്യതപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപതേ. യേ ത്വദ്ധ്യാനഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താ ജനാ സ്തേഷ്വാ വസതി സ്ഥിരൈവ ദയത പ്രസ്താവദത്താദരാ. ഇവിടെ കിട്ടുന്നുണ്ടല്ലോ. ഇനി നിങ്ങൾ അർത്ഥങ്ങൾ എഴുതിക്കൊള്ളൂ. ലക്ഷ്മി സ്ഥാവക, അർത്ഥം ഈ ലക്ഷ്മി അങ്ങയുടെ, സ്ഥാവക അങ്ങയുടെ, ലക്ഷ്മി സ്ഥാവക ഈ ലക്ഷ്മി അങ്ങയുടെ, രമണീയക അല്ലെങ്കിൽ രാമണീയക അർത്ഥം സൗന്ദര്യത്തിൽ രാമണീയക സൗന്ദര്യത്തിൽ, ഹൃദൈവേയം ഭ്രമിച്ചിട്ട്,
അർത്ഥം ഭ്രമിച്ചിട്ട്. പരേഷു, പരേഷു അന്യരിൽ, പരേഷു അന്യരിൽ. അസ്ഥിര, സ്ഥിരമായിരിക്കുന്നില്ല. അസ്ഥിര, സ്ഥിരതയില്ല, സ്ഥിരമായിരിക്കുന്നില്ല. അടുത്തത് പരേക്ഷസ്ഥിരേ, പരേക്ഷസ്ഥിരേ എന്ന് പറഞ്ഞാൽ അന്യരിൽ അസ്ഥിരയായിരിക്കുന്നത്. പരേക്ഷസ്ഥിരേ അർത്ഥം അന്യരിൽ എന്താണ് അസ്ഥിരയായിരിക്കുന്നത്. അടുത്തത് ഇതി അസ്മിൻ, ഇതി അസ്മിൻ ഇക്കാര്യത്തിൽ. നിങ്ങളുടെ ബുക്കിനകത്ത് തസ്മിൻ നന്യതപി എന്ന് കിടക്കും, അത് ചേർത്തെഴുതുമ്പം വരുന്നതാണ്. തസ്മിൻ നന്യതപി എന്നാണ് കിടക്കുന്നത്. ഇതി അസ്മിൻ. അടുത്തത് അന്യതപി, അന്യതപി അന്യരിലും. അപ്പോൾ ഇതി അസ്മിൻ മനസ്സിലായല്ലോ, ഇക്കാര്യത്തിൽ. അന്യതപി എന്ന് പറഞ്ഞാൽ അന്യരിലും. അടുത്തത് പ്രമാണമധുന, ഇപ്പോൾ അതിന് കാരണം. പ്രമാണമധുന, ഇപ്പോൾ അതിന് കാരണം. വക്ഷ്യാമി, വക്ഷ്യാമി അർത്ഥം എഴുത് ഞാൻ പറയാം, ഞാൻ പറയാം. ലക്ഷ്മീ പദേ, ലക്ഷ്മിയുടെ ഭർത്താവായ ഭഗവാനെ. ലക്ഷ്മീ പദേ, പദേ ഭർത്താവ്, ലക്ഷ്മിയുടെ ഭർത്താവായ ഭഗവാനെ. അടുത്തത് ഏ ത്വധ്യാന, ഏ ത്വധ്യാന എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ധ്യാനരസത്തിലും. ഏ ത്വധ്യാന നമ്മുടെ ധ്യാനം, അതാണ് ചേർത്തെഴുതുമ്പം ധ്യാന, അങ്ങയുടെ ധ്യാനരസത്തിലും. ഗുണാനുകീർത്തന, ഗുണാനുകീർത്തനങ്ങൾ അങ്ങയുടെ ഗുണഗണങ്ങൾ പറയുന്നതിലും. രസാസക്ത, ആ രസത്തിൽ ആസക്തരായി. ഇപ്പം നിങ്ങൾ ഇങ്ങനെ അർത്ഥം എഴുത്, ഗുണാനുകീർത്തന രസാസക്ത, ഒറ്റ വാക്കായിട്ട് എഴുതും. ഗുണാനുകീർത്തന രസാസക്ത എഴുത്. ഗുണങ്ങളെ പാടി പുകഴ്ത്തുന്നതിലുള്ള, ഗുണങ്ങളെ പാടി പുകഴ്ത്തുന്നതിലുള്ള രസത്തിൽ ആസക്തരായി, രസത്തിൽ ആസക്തരായി എഴുതി കാണുമല്ലോ. ആസക്തരായി. ഹി ഭക്തജന, ഏതു ഭക്തജനങ്ങൾ. ഹി ഭക്തജന സമം ഏതു ഭക്തജനങ്ങൾ. സ്തേഷ്വേഷ, സ്തേഷ്വേഷ അവരിൽ ഈ ലക്ഷ്മീ ദേവി, അങ്ങനെ അർത്ഥം എഴുതണം. സ്തേഷ്വേഷ അവരിൽ ഈ ലക്ഷ്മീ ദേവി. അതായത് ഏഷ എന്ന് പറഞ്ഞാൽ ഈ ലക്ഷ്മീ ദേവി. വേണമെങ്കിൽ അങ്ങനെ പ്രത്യേകം എഴുതിക്കോ. ഏഷ സമം ഈ ലക്ഷ്മീ ദേവി. സ്തേഷ്വേഷ അവരിൽ ഈ ലക്ഷ്മീ ദേവി. വസതി സമം ഇട്ടിട്ട് വസിക്കുന്നു, വസിക്കുന്നു. സ്ഥിരൈവ അർത്ഥം സ്ഥിരമായി. ദയിത, ദയിത എന്ന് പറഞ്ഞാൽ പ്രിയതമനായ, പ്രിയതമനായ. പ്രസ്താവം, പ്രസ്താവം വാർത്ത, വാർത്ത. ദത്താതര, ദത്താതര ഉണ്ടാകുമ്പോഴെല്ലാം ആദരവോടെ, ആ ആദരവാണ് ധര. ദത്താതര ഉണ്ടാകുമ്പോഴെല്ലാം ആദരവോടെ. ഹേ ലക്ഷ്മി, അപ്പം അത് കേട്ടല്ലോ നിങ്ങൾ. അപ്പം അർത്ഥമെല്ലാം എഴുതിയല്ലോ. അപ്പം ഞാൻ ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരാശയം ആദ്യം പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് ഓരോ വരിയും എടുത്ത് പറഞ്ഞു തരാം. അങ്ങനെ വേണം നാരായണീയം പഠിക്കാൻ. എന്നിട്ട് ഈ ശ്ലോകം വായിക്കുമ്പോൾ നമുക്കിതെല്ലാം ഇങ്ങനെ ആ പറഞ്ഞിരിക്കുന്ന അർത്ഥത്തിലുള്ള ഭഗവാനെ മുന്നിൽ കണ്ട് ആശയം മനസ്സിലാക്കി ചൊല്ലുമ്പോഴാണ് ഗുണം കൂടുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ, ഇതിൻ്റെ മൊത്തം ആശയം. അല്ലയോ ലക്ഷ്മീ പദേ, മനസ്സിലെ ഹേ ലക്ഷ്മീ പദേ, ഈ ലക്ഷ്മീ ദേവി ഭഗവാനെ അങ്ങയുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ചിട്ട് അന്യരിൽ സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല. ഈ വരിയിൽ അർത്ഥം മനസ്സിലായല്ലേ? അല്ലയോ ലക്ഷ്മി ദേവിയുടെ ഭർത്താവായ ശ്രീകൃഷ്ണ ഭഗവാനെ അങ്ങയിൽ ലക്ഷ്മി ദേവി വല്ലാതെ ഭ്രമിച്ചിട്ട് ആ അന്യരിൽ ലക്ഷ്മി ദേവി സ്ഥിരമായി നിൽക്കുന്നില്ല. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ആരാണോ ഭഗവാനെ ധ്യാനിക്കുന്നതിൽ, ഭഗവാന്റെ ധ്യാനരസങ്ങളിൽ ആനന്ദം കണ്ടെത്തുന്നത്, ആരാണോ ഭഗവാന്റെ ഗുണഗണങ്ങളെ പാടി പുകഴ്ത്തുന്ന ആ രസത്തിൽ ആനന്ദം കണ്ടെത്തുന്നത്, അപ്പം ആരാണോ ഭഗവാനെ ധ്യാനിക്കുമ്പോൾ കിട്ടുന്ന ധ്യാനരസത്തിൽ ആനന്ദിക്കുന്നത്, ആരാണോ ഭഗവാന്റെ ഗുണഗണങ്ങളെ പാടി പുകഴ്ത്തുമ്പോഴുള്ള ആ രസത്തിൽ ആനന്ദം കണ്ടെത്തി അങ്ങനെ ഭഗവാന്റെ
ഭഗവാന്റെ രൂപം ധ്യാനിക്കുന്നതിലും ഭഗവാന്റെ ഗുണഗണങ്ങളെ പാടി പുകഴ്ത്തുന്നതിലും ആസക്തരായി മുഴുകിയിരിക്കുന്ന ഭക്തന്മാരാരൊക്കെയാണോ അവരിൽ ലക്ഷ്മി ദേവി സ്ഥിരമായി കാണും. അതായത് ലക്ഷ്മി ദേവിയുടെ ഭർത്താവായ ഭഗവാനെക്കുറിച്ചുള്ള പ്രസ്താവങ്ങളിൽ ലക്ഷ്മി ദേവിയുടെ ഭർത്താവായ ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ച് ആരൊക്കെയാണോ ആദരവോടുകൂടി സംസാരിക്കുന്നത്, ആരൊക്കെയാണോ ഭഗവാന്റെ മഹിമകൾ വർണ്ണിക്കുന്നത്, അവരിൽ ലക്ഷ്മി ദേവി സ്ഥിരമായി കാണുന്നു. അപ്പം ഇതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം ഇത്ര മാത്രം. ഭഗവാനെ, ലക്ഷ്മി ദേവിയുടെ ഭർത്താവായ ഭഗവാനെ അങ്ങയുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ചിട്ട് ലക്ഷ്മി ദേവി അന്യരിൽ സ്ഥിരമായി നിൽക്കുന്നില്ല എന്ന്. പക്ഷേ മറ്റൊരു കാര്യം ഉണ്ട്. ആരാണോ ഭഗവാന്റെ രൂപം ധ്യാനിക്കുകയും ആരാണോ ഭഗവാന്റെ ഗുണഗണങ്ങളെ പാടി പുകഴ്ത്തുന്നതിൽ മുഴുകിയിരിക്കുകയും ചെയ്യുന്നത്, അങ്ങനെ ഭഗവാനെ ആദരിക്കുന്നവരാരാണോ അവരുടെ അടുക്കൽ ലക്ഷ്മി ദേവി സ്ഥിരമായി നിൽക്കുന്നു. ഇത്രയുമാണ് ഈ ശ്ലോകത്തിൻ്റെ മുഴുവനുമുള്ള അർത്ഥം. പക്ഷെ അത് പോരാ, നമുക്ക് ഓരോ വരിയായിട്ടെടുത്ത് പഠിക്കണം. നമുക്കങ്ങനെ പഠിക്കാം. ഇനി നമുക്ക് ഒന്നാമത്തെ വരി കീറി മുറിച്ചൊന്ന് പഠിക്കാം, ഇല്ലേ? അപ്പോൾ ഒന്നാമത്തെ വരി എന്താണെന്ന് നോക്കേ. ലക്ഷ്മി സ്ഥാവക രാമണീയക ഹൃദയവേയം പരേശ്വസ്ഥിരേ സ്ഥിരേ. ഇത്രയുമാണ് ഒന്നാമത്തെ വരി. ലക്ഷ്മി, ഈ ലക്ഷ്മി ദേവി, സ്ഥാവക അങ്ങയുടെ, ഇങ്ങനെ പലവട്ടം കേൾക്കുമ്പോൾ ഉറയ്ക്കും. അപ്പോൾ ആ വരികൾ നല്ലപോലെ മനസ്സിലായില്ലേ? ലക്ഷ്മി, ഈ ലക്ഷ്മി ദേവി, സ്ഥാവക അങ്ങയുടെ, രാമണീയക, രാമണീയക ഭഗവാന്റെ സൗന്ദര്യത്തിൽ, ഹൃദയവേയം, ഹൃദയവേയം ഭ്രമിച്ചിട്ട്, പരേഷു അന്യരിൽ, അസ്ഥിര, അസ്ഥിരയായിരിക്കുന്നു, സ്ഥിരമായി നിൽക്കുന്നില്ല. പരേഷ്വസ്ഥിരേ, അന്യരിൽ അസ്ഥിരയായിരിക്കുന്ന എന്നാണ് അർത്ഥം. ഇവിടെ ശരിക്കും ലക്ഷ്മി ദേവിയെക്കുറിച്ച് ഒരു ചെറിയ പരാതിയുണ്ട് ആൾക്കാർക്ക്. ലക്ഷ്മി ദേവിയെ പൂജിക്കുന്നവരടുത്ത് ലക്ഷ്മി ദേവി സ്ഥിരമായി നിൽക്കുന്നില്ല എന്ന്. ആ ലക്ഷ്മി ദേവിയുടെ സ്വഭാവത്തെ ഭട്ടതിരിപ്പാട് ശക്തിയുക്തം ന്യായീകരിക്കുകയാണ് ഒന്നാമത്തെ ശ്ലോകത്തിലൂടെ ചെയ്യുന്നത്. അപ്പോൾ പറയുന്നു, ലക്ഷ്മി ദേവിയുടെ പതിയായ ഭഗവാനെ ശ്രീകൃഷ്ണ, അങ്ങയുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ചുപോയി ലക്ഷ്മി ദേവി. എന്നിട്ട് ലക്ഷ്മി ദേവി അങ്ങയുടെ അടുക്കൽ മാത്രം നിൽക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ അടുക്കൽ മാത്രമാണ് ദേവി സ്ഥിരതയുള്ളത്. മറ്റുള്ളവരെടുത്ത് സ്ഥിരമായി നിൽക്കാൻ പറ്റുന്നില്ല. കാരണം ദേവി തൻ്റെ ഭക്തൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഭഗവാന്റെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന സൗന്ദര്യവും ഭഗവാന്റെ പീതാംബരവും വനമാലയും രത്നകിരീടവും കവചകുണ്ഡലങ്ങളും കൗസ്തുഭവും ആ വിരിമാറും, താൻ ആ വിരിമാറിൽ കുറേ മുമ്പ് തലചായ്ച്ച് കിടന്നതുമൊക്കെ ആലോചിച്ച് കഴിയുമ്പോൾ ദേവി ഭക്തനെ വിട്ടിട്ട് ഭഗവാന്റെ അടുക്കലേക്ക് പാഞ്ഞു പോകുന്നു. ഇവിടെ ഭട്ടതിരിപ്പാട് ലക്ഷ്മി ദേവിയുടെ ഈ പ്രവൃത്തിയെ എങ്ങനെയാണ് ന്യായീകരിക്കുന്നതെന്ന് നോക്കേ. വളരെ തന്ത്രപരമായി, വളരെ സൂത്രപരമായിട്ട് ഭട്ടതിരിപ്പാട് പറയുകയാണ്. ലക്ഷ്മീപതേ എന്നാണ് വിളിക്കുന്നത്. ലക്ഷ്മി ദേവിയുടെ ഭർത്താവേ, പിന്നെ ലക്ഷ്മി ദേവിയുടെ ഭർത്താവായിട്ടുള്ള ഭഗവാനെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലക്ഷ്മി ദേവിയുടെ ഭർത്താവാണ് പിന്നെ ശ്രീകൃഷ്ണൻ. അതുകൊണ്ട് ദേവിക്ക് കൃഷ്ണനിൽ മാത്രം സ്ഥിരമായിട്ട് നിന്നാൽ മതി. കാരണം ഉത്തമയായ ഒരു ഭാര്യയുടെ കർമ്മം എന്ന് പറയുന്നത് സ്വന്തം ഭർത്താവിനെ സ്നേഹിച്ച് സേവിച്ച് ഭർത്താവിൻ്റെ കൂടെ സ്ഥിരമായി നിൽക്കുക എന്നുള്ളതാണ്. അല്ലാതെ മറ്റുള്ളവരടുത്ത് സ്ഥിരമായി നിൽക്കുക എന്നല്ല.
അപ്പം ലക്ഷ്മി പദേ, ലക്ഷ്മിയുടെ ഭർത്താവാണ് ശ്രീകൃഷ്ണൻ. അതുകൊണ്ട് തന്നെ ഉത്തമയായ ഭാര്യ എന്ന നിലയിൽ ലക്ഷ്മി ദേവിക്ക് ഒരുപാട് കർത്തവ്യങ്ങളുണ്ട്. ഭഗവാനെ സേവിച്ചു ഭഗവാന്റെ കൂടെ നിൽക്കണം. ഭഗവാന്റെ അടുത്താണ് ഉത്തമ ഭാര്യ സ്ഥിരമായി നിൽക്കേണ്ടത്, മറ്റുള്ളവരുടെ അടുത്ത് സ്ഥിരമായി നിൽക്കണമെന്നില്ല എന്ന് പറഞ്ഞ് ഭട്ടതിരിപ്പാട് ലക്ഷ്മി ദേവിയുടെ അസ്ഥിരതയെ ന്യായീകരിക്കാനാണ് തന്ത്രപരമായിട്ട് ലക്ഷ്മി പദേ എന്ന വാക്ക് ഉപയോഗിച്ചത്. അപ്പോൾ ഒന്നാമത്തെ വരി നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി കാണുമല്ലോ. നമുക്കിനി രണ്ടാമത്തെ വരിയിലേക്ക് കടക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ വരി നോക്കിക്കോളണം. എന്താണ് രണ്ടാമത്തെ വരി? തസ്മ്യന്യതപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീ പദേ. തെസ്മ്യൻ, തെസ്മ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതി അധികം അസ്മിൻ എന്നാണ്. അതാണ് തെസ്മ്യൻ. അപ്പം തെസ്മ്യൻ എന്ന് പറയുമ്പോൾ ഇക്കാര്യത്തിൽ, ഏത് കാര്യത്തിൽ? ലക്ഷ്മി ദേവി ചപലയാണെന്ന കാര്യം, സ്ഥിരതയില്ല എന്ന കാര്യത്തിൽ, അന്യതപി അന്യരിലും, പ്രമാണമധുന ഇപ്പോൾ അതിന് കാരണം, വക്ഷ്യാമി ഞാൻ പറയാം, ലക്ഷ്മീ പദേ ലക്ഷ്മിയുടെ ഭർത്താവായിട്ടുള്ള, അതായത് ശ്രദ്ധിച്ചു കേട്ടോണം, ഒന്നാമത്തെ വരിയിൽ പറഞ്ഞതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടാണ് ഇതീം പറഞ്ഞിരിക്കുന്നത്. ലക്ഷ്മി ദേവി അന്യരിൽ അസ്ഥിരയാണ്, ഒരുപാട് നേരം ഇരിക്കില്ല എന്ന് ആദ്യത്തെ വരിയിൽ പറഞ്ഞു. അതിൻ്റെ കാരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. ഇനി രണ്ടാമത്തെ വരിയിൽ മറ്റൊരു പ്രമാണം കൂടി, മറ്റൊരു കാര്യം കൂടി ഭട്ടതിരിപ്പാട് പറയുകയാണ്. അപ്പോൾ ഒന്നാമത്തെ വരിയിൽ ലക്ഷ്മി ദേവിക്ക് സ്ഥിരതയില്ല എന്നതിനെക്കുറിച്ച് ഭട്ടതിരിപ്പാട് പറഞ്ഞത് ലക്ഷ്മി ദേവിയുടെ ഭർത്താവാണ് ശ്രീകൃഷ്ണൻ. അതുകൊണ്ട് ഉത്തമയായ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ അടുത്തിരുന്ന് ഭർത്താവിൻ്റെ കാര്യങ്ങൾ സേവിക്കണം, ഭർത്താവിനെ സേവിക്കണം. അതുകൊണ്ട് പിന്നെ ലക്ഷ്മി ദേവി അസ്ഥിരയായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തെ വരിയിൽ വേറൊരു കാര്യവും കൂടെ പറയുകയാണ്, ലക്ഷ്മി ദേവി അസ്ഥിരയായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. ശ്രദ്ധിച്ചു കേട്ടോളണം. ഭട്ടതിരിപ്പാട് പറയുകയാണ്, ലക്ഷ്മി ദേവി അസ്ഥിരമായിരിക്കുന്നു എന്ന് മാത്രമാണ് നിങ്ങൾ പറയുന്നത്. പക്ഷേ ലക്ഷ്മി ദേവി സ്ഥിരമായിട്ടിരിക്കുന്ന ചില ഭക്തരുമുണ്ട്. ചില ഭക്തരുടെ അടുക്കൽ നിന്ന് ലക്ഷ്മി ദേവി ഒരിക്കലും വിട്ടുപോകുന്നില്ല. ആ ഭക്തരാരാണ്? അത് മൂന്നാമത്തെ വരിയിൽ പറയുന്നുണ്ട്. അപ്പം ലക്ഷ്മി ദേവി അസ്ഥിരയാണെന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയല്ല. ചില ഭക്തരിൽ ലക്ഷ്മി ദേവി സ്ഥിരമായി തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതാരാണെന്നറിയാനുള്ള കൗതുകം നിങ്ങൾക്കുണ്ടാകും. അത് മൂന്നാമത്തെ വരിയിലാണ് പറയുന്നത്. ഇവിടെ ഭട്ടതിരിപ്പാട് എന്താണ് സ്ഥാപിക്കുന്നതെന്നറിയാമോ? നമ്മൾ ഈ ഐശ്വര്യവും ധനവും അതൊക്കെ നേടാൻ വേണ്ടി മാത്രം ഈ ലക്ഷ്മി ദേവിയെ ഭജിക്കുന്നവരാണ് നല്ലൊരു കൂട്ടരും. അങ്ങനെ ആരാധിക്കുന്നവരുടെ പ്രാർത്ഥനയുടെ ശക്തിയും തീവ്രതയും ഒക്കെ നോക്കി അതിനനുസരിച്ച് ദേവി പ്രസാദിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദേവി അല്ല ചപല. ആരാണ് ചപല? ഇത്തരത്തിൽപ്പെട്ട നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ദേവിയെ ആരാധിക്കുന്നവരാണ് ചപല. അപ്പം ലക്ഷ്മി ദേവിയെ പലരും ആരാധിക്കുന്നത് ദേവിയോട് കടുത്ത ഭക്തി തോന്നിയിട്ടല്ല. പിന്നെയോ ഇപ്പം നിങ്ങൾക്കൊരു കൃഷ്ണഭക്തയാണ്, അപ്പം കൃഷ്ണനോട് തോന്നുന്ന ആ ഭക്തിയുടെ തീവ്രത നിങ്ങൾക്കൊരിക്കലും ലക്ഷ്മി ദേവിയുടെ അടുത്ത് ആ തീവ്രത ഇല്ല. ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു കൃഷ്ണഭക്തൻ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ കൃഷ്ണനെ പ്രാർത്ഥിക്കുന്ന തീവ്രത ലക്ഷ്മി ദേവിയുടെ അടുത്തില്ല. എന്നിട്ടും അവൻ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ധനം, ചില്ലറ, ധനം വേണം. അപ്പം കാര്യസാധ്യത്തിനു വേണ്ടിയാണ് തന്നെ വിളിക്കുന്നതെന്ന് ദേവിക്കറിയാം. അപ്പം യഥാർത്ഥത്തിൽ ചാബല്യം കാണിക്കുന്നത് കാര്യസാധ്യത്തിനു വേണ്ടി ദേവിയെ ഉപാസിക്കുന്നവരാണ്.
അവരാണെന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. പിടികിട്ടിയല്ലേ? നിങ്ങളിൽ പലരും അങ്ങനെയാണ് അല്ലേ? നിങ്ങൾ എങ്ങനെയാ നേർച്ച നേരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കേ. അല്ലയോ ദേവി, അല്ലെങ്കിൽ അല്ലയോ ഭഗവാനെ, എൻ്റെ ദേവി, എൻ്റെ മോനൊരു ജോലി കിട്ടുകയാണെങ്കിൽ ഞാനൊരു നിലവിളക്ക് ദേവിക്ക് സമർപ്പിച്ചേക്കാമേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ജോലി കിട്ടിയില്ലെങ്കിൽ ദേവി ഗോവിന്ദ ഇരുട്ടത്തിരുന്നോ, എൻ്റെ വിളക്ക് കത്തിച്ചു നോക്കണ്ട. ഇതെന്തൊരു ഭക്തി, ഇതെന്തൊരു ഭക്തി? ഇതാണ് ഭട്ടതിരിപ്പാടിലൂടെ പറയുന്നത്. നിങ്ങൾ അങ്ങനെയല്ലേ നേർച്ച നേരുന്നത്? എൻ്റെ മോന് ജോലി കിട്ടിയാൽ, കണ്ടീഷനാണ്, കണ്ടീഷൻ, ജോലി കിട്ടിയാൽ ഇങ്ങനെ ചെയ്യാം, എൻ്റെ മകളുടെ കല്യാണം നടന്നാൽ ഇങ്ങനെ ചെയ്യാം, നടന്നില്ലെങ്കിൽ തരുത്തില്ല. അതാണ് സംഭവം. അങ്ങനല്ല ചെയ്യേണ്ടത്. ആ വിളക്ക് കൊണ്ടുവന്ന് ദേവിയുടെ മുന്നിൽ സമർപ്പിച്ചിട്ട് പറയണം, ദേവി എൻ്റെ കുഞ്ഞിന് ജോലി കിട്ടണേ ദേവി. ഇതാണ് പ്രാർത്ഥന. അല്ലാതെ കിട്ടിയാൽ തരാം എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരവും അസംബന്ധവുമാണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, ഈ നാരായണീയം കേൾക്കുന്നവർ ദയവ് ചെയ്ത് ഇനി അങ്ങനെ ഒരു നേർച്ച നേരരുതേ. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദേവിക്ക് സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾ പറയുക, അല്ലെങ്കിൽ ദേവന് സമർപ്പിച്ചതിന് ശേഷം പറയുക, ആ ഭഗവാനെ എനിക്ക് ഇന്ന ഒരാവശ്യമുണ്ട് നടത്തി തരണേ എന്ന് പറയുക. അല്ലാതെ നിങ്ങൾ ചെയ്യരുത്. അപ്പം അങ്ങനെ ഉള്ളവരെടുത്ത് ദേവി സ്ഥിരമായി നിൽക്കത്തില്ല. എനിക്ക് എൻ്റെ മോക്ക് ഇത് ചെയ്തു കൊടുക്കണേ എന്ന് പറയുമ്പം ദേവി അത്രമാത്രം ചെയ്തു കൊടുത്തിട്ട് തിരിച്ചു പോകും. അപ്പോൾ കിട്ടിയ സമ്പത്ത് നമ്മളാണെങ്കിലോ ദുർവിനിയോഗം ചെയ്ത് അതങ്ങ് തീർക്കുകയും ചെയ്യും. അപ്പം ദേവി അല്ല ചപല. പകരം പണം കിട്ടുന്നതിന് വേണ്ടി മാത്രം, കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം മറ്റു ഭഗവാൻ, സത്യത്തിൽ പറഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുക്കലുള്ള ഭക്തിയുടെ പകുതി പോലും ഇല്ലാതെ കൃഷ്ണന്റെ ഭക്തി എന്ന മട്ടിലും കാശ് കിട്ടാനും വേണ്ടി തീവ്രത കുറഞ്ഞ പ്രാർത്ഥനയാണ്. കൃഷ്ണനെ വിളിക്കുന്ന ആ വിളിയുടെ തീവ്രത ലക്ഷ്മി ദേവിയെ വിളിക്കുമ്പം ഇല്ല. അങ്ങനെ വരുമ്പം ദേവി നിൽക്കില്ല. പിന്നെ നിങ്ങൾ വിളിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും തന്നിട്ടങ്ങ് പോകും. അതിന് ദേവിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ദേവി അല്ല ചപല, നിങ്ങൾ ആണ്. അപ്പോൾ ഇന്ന് മുതൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനൊരു പ്രാർത്ഥന ചെയ്യല്ലേ. ജോലി കിട്ടിയാൽ വിളക്ക് തരാം എന്നല്ല, വിളക്ക് കൊണ്ട് വെച്ചിട്ട് ദേവി എൻ്റെ കുഞ്ഞിന് ജോലി കിട്ടണേ. ഇനി നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് കടക്കാം. ഇനി മൂന്നാമത്തെ വരിയിൽ എന്താണ് പറയുന്നത്? യേ തഥ്യാന ഗുണാനുകീർത്തന രസാസക്താഹി ഭക്താ ജനാ. നോക്കേ, യേ ത്വദ്ധ്യാന എന്താണ്? അങ്ങയുടെ ധ്യാനിക്കുന്നതിൽ കിട്ടുന്ന ആനന്ദത്തിലും, അങ്ങയെ ധ്യാനിക്കുന്നതിൽ കിട്ടുന്ന ആനന്ദത്തിലും, ഗുണാനുകീർത്തന രസാസക്ത അങ്ങയുടെ ഗുണങ്ങൾ പാടി പുകഴ്ത്തുമ്പോൾ കിട്ടുന്ന രസമലവ ആനന്ദത്തിലും അതിൽ ആസക്തരായ ഹി ഭക്താജന, ഏതു ഭക്തജനങ്ങൾ? ലക്ഷ്മി ദേവി സ്ഥിരമായിട്ടിരിക്കുന്നത് ആരടുത്താണെന്നാണ് ഈ മൂന്നാമത്തെ വരിയിൽ പറയുന്നത്. അതായത് ശ്രീകൃഷ്ണനെ ആരാണോ മനസ്സിൽ ധ്യാനിക്കുന്നത്, ആരാണോ ശ്രീകൃഷ്ണന്റെ ഗുണഗണങ്ങളെ ഹൃദയത്തിൽ തട്ടി പാടി പുകഴ്ത്തുന്നത്, അങ്ങനെയുള്ള ഭക്തജനങ്ങൾ, അവരുടെ അടുക്കൽ ലക്ഷ്മി ദേവി സ്ഥിരമായിരിക്കും. അങ്ങനെ ചില ഭക്തരുണ്ട്, ശ്രീകൃഷ്ണനെ എപ്പോഴും മനസ്സിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കും. അവരെപ്പോഴും മിണ്ടുന്നത്, അവർ വാ തുറക്കുന്നത് മറ്റുള്ളവരെ കുറിച്ച് അസൂയയോ കുശുമ്പോ ഒന്നും പറയാനല്ല. അവർ വാ തുറക്കുന്നത് ഭഗവാന്റെ ഗുണഗണങ്ങൾ പറയാൻ വേണ്ടി മാത്രമായിരിക്കും. അങ്ങനെയുള്ള ഒരു കൂട്ടം ഭക്തന്മാരുണ്ട്. അപ്പം ചില ആളുകൾ ഭഗവാന്റെ രൂപം ഇങ്ങനെ ധ്യാനിക്കുകയും ഭഗവാന്റെ ഗുണഗണങ്ങൾ കീർത്തിക്കുന്നതിലും ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ്. അങ്ങനെ ഭഗവാന്റെ കീർത്തനങ്ങൾ ഇങ്ങനെ പാടിയിരിക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? അങ്ങേയറ്റം ആനന്ദമുള്ളവരായി കാണുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഭട്ടതിരിപ്പാട് പറയുകയാണ്, ഒരു പറ്റം ഭക്തന്മാർ അവരെപ്പോഴും മൗനികളാണ്. ആവശ്യത്തിന്
ആവശ്യത്തിന് മാത്രമേ സംസാരിക്കൂ. അവർക്കൊരു മിനിറ്റ് കിട്ടിയാൽ അവർ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ രൂപം ഇങ്ങനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടേയിരിക്കും. എപ്പോഴും അവരുടെ ഹൃദയത്തിൽ ഭഗവാനാണ്. അവർ വാ തുറക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഭഗവാന്റെ ഗുണങ്ങളെപ്പറ്റി പറയാനായിരിക്കും. അത് ലൗകിക ജീവിതം നയിക്കുന്നവരാണെങ്കിൽ വീട്ടുകാർ എന്തെങ്കിലും ചോദിച്ചാൽ അതിൻ്റെ ഒരു മറുപടി പറയും. അല്ലാതെ അധികം അവർ സംസാരിക്കില്ല. അവരല്പനേരം അധികം സംസാരിക്കുമെങ്കിൽ അത് ഭഗവാന്റെ ഗുണഗണങ്ങൾ കേൾക്കാൻ ഇഷ്ടമുള്ള ഭക്തന്മാരുടെ അടുക്കൽ മാത്രമായിരിക്കും. മറ്റത് ഭാര്യ ഒന്ന് ചായ വേണോ? വേണം. ചേട്ടാ വിശക്കുന്നുണ്ടോ? വിശക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് വിശക്കുന്നെങ്കിൽ എനിക്ക് വിശക്കുന്നു. അതേ കണക്ക് തന്നെ ഭാര്യയും ഭർത്താവ് ചായ റെഡിയായോ? ശരിയായി ചേട്ടാ. ചേട്ടന് വല്ലതും വേണോ? ഇങ്ങനെ അളന്ന് മുറിച്ച സംഭാഷണങ്ങളിലൂടെ പോകും. മറിച്ച് അപ്പം അധികം അങ്ങനെ സംസാരം നീട്ടില്ല. ഭഗവാനെ മനസ്സിൽ അരി അടുപ്പിലിടുമ്പോഴും എല്ലാം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കും. ഭഗവാന്റെ കഥ കേൾക്കാൻ ഇഷ്ടമുള്ളവരാരെങ്കിലും വന്നാൽ അവരോടായിരിക്കും കുറേ നേരം സംസാരിക്കുന്നത്. ഇങ്ങനെ ഭഗവാനിൽ നിന്ന് ഒന്നും ആഗ്രഹിക്കാതെ ഭഗവാനെ ഭജിക്കുന്നവരുണ്ട്. ഭഗവാനെ എനിക്കൊന്നും വേണ്ട, എനിക്കെപ്പോഴും അങ്ങയെ ധ്യാനിക്കണം, എനിക്കെപ്പോഴും അങ്ങയുടെ കഥകൾ പറയണം, അതിന് പറ്റിയ ആൾക്കാരെ എൻ്റെ അടുക്കലേക്ക് വിടണം. ഇങ്ങനെ ഭഗവാനിൽ നിന്ന് ധനമോ ധാന്യമോ ഐശ്വര്യമോ യാതൊന്നും പ്രതീക്ഷിക്കാതെ ഭഗവാനെ മാത്രം മതിയേ, ഭഗവാനെ മാത്രം മതിയേ. കൃഷ്ണ, ഗുരുവായൂരപ്പ, എനിക്ക് വേറൊന്നും വേണ്ടേ, എനിക്ക് നിൻ്റെ സ്മരണ മാത്രം മതിയേ, എനിക്ക് നിൻ്റെ ഭക്തജനങ്ങളെ മാത്രം അവരുമായി മിണ്ടിയാൽ മതിയേ. എൻ്റെ ഗുരുവായൂരപ്പ, ആ പാദങ്ങളാണേ ശരണം. എനിക്ക് ഒന്നിനോടും ആസക്തിയില്ലേ, ഭർത്താവിനോടും ആസക്തിയില്ല, ഭർത്താവെങ്കിൽ എനിക്ക് ഭാര്യയോടും ആസക്തിയില്ല, മക്കളോടും ആസക്തിയില്ല. ഞാൻ വിവാഹം കഴിച്ചതുകൊണ്ട് എൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്നു എന്നല്ലാതെ എനിക്ക് ഇവരുമായിട്ടെങ്ങും ഒരു ബന്ധവുമില്ല ഭഗവാനേ. എൻ്റെ ഒരേ ഒരു ബന്ധം അങ്ങുമായിട്ടാണേ. കാരണം അടുത്ത ജന്മം ഇദ്ദേഹമല്ല എൻ്റെ ഭർത്താവ്, അല്ലെങ്കിൽ ഇവളല്ല എൻ്റെ ഭാര്യ. അടുത്ത ജന്മം ഇതല്ല എൻ്റെ മോൻ, അല്ലെങ്കിൽ ഇതല്ല എൻ്റെ മോള്. അവൾ വേറെ ആരുടെയെങ്കിലെയും മക്കളാ. അന്ന് നമ്മളെ കണ്ട അറിയത്തത് പോലുമില്ല. അതുകൊണ്ട് ഭഗവാനേ, എനിക്ക് ഇവരിൽ ആരുമായിട്ടും ഒരു ബന്ധമില്ല. വിവാഹം കഴിച്ചു പോയതുകൊണ്ട് ഞാൻ അവരോടൊക്കെ കടമ നിർവഹിക്കുന്നു. എൻ്റെ എല്ലാം ഭഗവാനാണേ, എൻ്റെ സർവസ്വവും ഭഗവാനാണേ. എനിക്ക് ധനം വേണ്ടേ, എനിക്ക് ഐശ്വര്യം വേണ്ടേ, എനിക്ക് യാതൊന്നും വേണ്ടേ. എനിക്ക് ഭഗവാന്റെ തിരുമുഖം എൻ്റെ ഹൃദയത്തിൽ തെളിഞ്ഞാ മതിയേ. പൊന്നു ഭഗവാനേ എന്ന് വിളിക്കുന്ന ഉത്തമരായ ഭക്തരുണ്ട്. അവരുടെ കൂടെ ലക്ഷ്മി ദേവിയുണ്ട്. അവർക്കെല്ലാം ഐശ്വര്യവും വാരിക്കോരി കൊടുക്കും ലക്ഷ്മി ദേവി. കാരണം അവർക്കൊന്നിലും താല്പര്യമില്ല, ഭഗവാനിലാണ് താല്പര്യം. അതുകൊണ്ട് പിന്നെ അതായത് തൻ്റെ ഭർത്താവിൽ മാത്രം മനസ്സുറപ്പിച്ച്, തൻ്റെ ഭർത്താവിൻ്റെ രൂപം മാത്രം ധ്യാനിച്ച്, തൻ്റെ ഭർത്താവിൻ്റെ വാത്സല്യങ്ങൾ മാത്രം വേണം, ഭക്തി വേണമെന്ന് പറയുമ്പോൾ അവരുടെ കാര്യങ്ങൾ ആര് നോക്കണം? ലക്ഷ്മി ദേവി നോക്കണം. കാരണം അവർക്കൊന്നിലും ഇതില്ല. അതുകൊണ്ട് അത്തരം ഭക്തന്മാരുടെ അടുക്കൽ ലക്ഷ്മി ദേവി സ്ഥിരമായി വസിച്ച് അവർക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുക്കും. അങ്ങനെ ലക്ഷ്മി ദേവി സ്ഥിരമായിരിക്കുന്നത് എവിടെ, അസ്ഥിരമായിരിക്കുന്നത് എവിടെ എന്ന് പിടികിട്ടിയല്ലോ. കാര്യസാധ്യത്തിന് വേണ്ടി വന്ന് ദേവിയെ വിളിക്കും. ജോലി കിട്ടണേ, അത് കിട്ടണേ, ധനം കിട്ടണേ, ബാങ്കിൽ ലോൺ വരുന്നേ, കടം തീർക്കണേ. അവരെടുത്ത് ചഞ്ചല ചിത്തയാണ്, തൽക്കാലം കൊടുത്തിട്ട് മാറും. ഭഗവാനെ മാത്രം ധ്യാനിക്കുന്നവരുടെ ഫുൾ കർത്തവ്യം ലക്ഷ്മി ദേവി ഏറ്റെടുക്കും. ഇതാണ് മൂന്നാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് നാലാമത്തെ വരിയിലേക്ക് നമുക്ക് വരാം. ശ്രദ്ധിച്ചു കേട്ടോളണം. സ്ഥേഷ്വേഷ വസതി സ്ഥിരൈവ ദയിത പ്രസ്താവദത്താദര. സ്ഥേഷ്വേഷ എന്ന് പറഞ്ഞാൽ അവരിൽ ഈ ലക്ഷ്മി ദേവി വസതി വസിക്കുന്നു. സ്ഥിരൈവ സ്ഥിരമായി, ദയിത പ്രിയതമനായ, പ്രസ്താവം വാർത്ത, ദത്താധര
ഉണ്ടാകുമ്പോഴെല്ലാം ആദരവോടെ, ഉണ്ടാകുമ്പോഴെല്ലാം ആദരവോടെ. ഇപ്പൊ ശ്രദ്ധിച്ചു കേട്ടോ, 4ാമത്തെ വരി തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അവരിൽ ഈ ലക്ഷ്മി ദേവി പ്രസാദിക്കും എന്ന് പറഞ്ഞാണ്, ഇല്ലേ? അപ്പൊ അവരിൽ എന്ന് വരുമ്പോൾ ആരിൽ, അതിൻ്റെ ഉത്തരമാണ് 3ാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത്. ആരാണോ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ രൂപം ധ്യാനിക്കുന്നത്, ആരാണോ ഭഗവാന്റെ ഗുണഗണങ്ങളെ പ്രശംസിക്കുന്നത്, അങ്ങനെ ഉള്ളവരിൽ ലക്ഷ്മി ദേവി സ്ഥിരമായി താമസിക്കുന്നു. അതിന് ചില കാരണങ്ങൾ ഭട്ടതിരിപ്പാട് ഇവിടെ പറയുന്നു. അതിൻ്റെ കാരണമായിട്ട് കവി പറയുന്ന വാചകം ഇതാണ്. എന്താണ്? ദയിത പ്രസ്താവ ദത്താധര. വളരെ ശ്രദ്ധിക്കണം, 4ാമത്തെ വരിയിലെ ഒരു ഭാഗമാണ് ഞാൻ പറയുന്നത്. ഈ വരി നിങ്ങൾ നല്ല ശ്രദ്ധിക്കുക. 4ാമത്തെ വരിയിൽ പറയുന്നത് ദയിത പ്രസ്താവ ദത്താധര. ദയിത എന്നതിന് 2 അർത്ഥമുണ്ട്. 1ാമത്തെ അർത്ഥം ഭർത്താവ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഭർത്താവിനെ കുറിച്ചുള്ള പ്രസ്താവം എന്നർത്ഥം വരും. ഇവിടെ വളരെ സൂക്ഷിച്ചാണ് ഭട്ടതിരിപ്പാട് പ്രയോഗിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ആ 4ാമത്തെ വരിയിലെ വാക്ക് കണ്ടല്ലോ, ദയിത പ്രസ്താവ ദത്താധര. ഇത് സാധാരണ നമ്മൾ ആൾക്കാരെന്ന് പറഞ്ഞു പോകും, ദയിത ഭർത്താവ്, ഭർത്താവിൻ്റെ വാർത്ത പറയുന്നവരെ ആദരവോടെ നോക്കുന്നു. അങ്ങനല്ല, കീറി മുറിച്ച് പഠിക്കണം. അപ്പം ദൈവത്തിൻ്റെ ഒരർത്ഥം ഭർത്താവ്, അപ്പോൾ ഭർത്താവിനെ കുറിച്ചുള്ള വാർത്ത. ദൈവത്തിൻ്റെ 2ാമത്തെ അർത്ഥം പ്രിയപ്പെട്ടത്. അങ്ങനെ 2 അർത്ഥവും വെച്ച് നമുക്ക് ഈ വരിയെ ഒന്ന് പരിശോധിക്കാം. 1ാമത്തെ അർത്ഥം ദൈത എന്ന് പറഞ്ഞാൽ ഭർത്താവ്. അപ്പം തൻ്റെ ഭർത്താവിനെ കുറിച്ച്, തൻ്റെ ഭർത്താവായ ശ്രീകൃഷ്ണനെ കുറിച്ച് ആരാണോ പുകഴ്ത്തി സംസാരിക്കുന്നത്, ആരാണോ തൻ്റെ ഭർത്താവായ ശ്രീകൃഷ്ണനെ ധ്യാനിക്കുന്നത്, ശ്രീകൃഷ്ണൻ്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കുന്നത്, അവരുടെ കൂടെ ഞാൻ എപ്പോഴും കാണും, അവർക്കെല്ലാ ഐശ്വര്യവും ലഭിക്കും. അതുകൊണ്ട് ഐശ്വര്യത്തിന് വേണ്ടി ശ്രീകൃഷ്ണനെ ഭജിക്കണം. ലക്ഷ്മി ദേവി നിങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ടിരിക്കണമെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾ ആരെ ഭജിക്കണം? ശ്രീകൃഷ്ണനെ ഭജിക്കണം. കാരണം ഭർത്താവ് എവിടെയുണ്ടോ അവിടെ ഭാര്യ ഉണ്ടാകും, അല്ലേ? ഭർത്താവ് ഒരു യാത്ര പോകുമ്പോഴും ഭാര്യ കൂടെ പോകും. ഭർത്താവിന് വൃന്ദാവനത്തിൽ പോകണമെങ്കിൽ നിങ്ങൾ ഭാര്യയെയും കൂട്ടിക്കൊണ്ടു പോകും. അപ്പം തൻ്റെ ഭർത്താവ് എവിടെ പോകുന്നു അവിടെയൊക്കെ ആരുണ്ടാകും? സാക്ഷാൽ ലക്ഷ്മി ദേവി ഉണ്ടാകും. അപ്പോൾ ലക്ഷ്മി ദേവി നിങ്ങളുടെ വീട്ടിൽ സ്ഥിരമായി വസിക്കാൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ യഥാവിധി പൂജിക്കണം. ഇനി 2ാമത്തെ അർത്ഥം എടുക്കാം നമുക്ക്. ദയിത എന്ന വാക്കിൻ്റെ 2ാമത്തെ അർത്ഥം പ്രിയപ്പെട്ടതെന്നാണ്. അതായത് ലക്ഷ്മി ദേവിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം, ഉത്തമയായ ഒരു ഭാര്യയുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. ഉത്തമയായ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം, ഭർത്താവ് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു ഭാര്യയെ, അങ്ങനെ സ്നേഹിക്കപ്പെടുന്ന ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്നത് തൻ്റെ ഭർത്താവിനെ കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുമ്പോഴാണ്. തൻ്റെ ഭർത്താവിനെ കുറിച്ച് മറ്റുള്ളവർ നല്ലത് പറയുമ്പോഴാണ് ഭാര്യയായ ഒരു സ്ത്രീക്ക് സന്തോഷം ലഭിക്കുന്നത്. ഇവിടെ ഭാര്യയായ ലക്ഷ്മി ദേവിക്ക് തൻ്റെ ഭർത്താവായ ശ്രീകൃഷ്ണൻ്റെ ഗുണഗണങ്ങൾ ആരൊക്കെയാണോ പുകഴ്ത്തി പാടുന്നത്, ആരൊക്കെയാണോ ശ്രീകൃഷ്ണനെ ധ്യാനിക്കുന്നത്, അതാണ് ലക്ഷ്മി ദേവിക്ക് പ്രിയം. അപ്പോൾ കൃഷ്ണനെ ധ്യാനിച്ചുകൊണ്ട് ഓം ക്ലീം കൃഷ്ണായ നമ കൃഷ്ണായ നമ എന്ന കൃഷ്ണൻ്റെ ധ്യാനമന്ത്രം ഉരുവിടുമ്പോൾ ലക്ഷ്മി ദേവിക്ക് അത് പ്രിയപ്പെട്ടതായതുകൊണ്ട് ഓടി വരും. അതുകൂടാതെ തന്നെ കൃഷ്ണൻ്റെ ഗുണഗണങ്ങൾ പുകഴ്ത്തി നിങ്ങൾ പാടുമ്പോൾ ലക്ഷ്മി ദേവിക്ക് അത് പ്രിയപ്പെട്ടതായതുകൊണ്ട് ഓടി വരും. അങ്ങനെ ഉള്ളവരെടുത്ത് ലക്ഷ്മി ദേവി സ്ഥിരമായി കാണും. അപ്പോൾ ശ്രീകൃഷ്ണ പൂജ ചെയ്യുന്നിടത്ത് ഉറപ്പായിട്ടും ലക്ഷ്മി ദേവി ഉണ്ടായിരിക്കും. അതാണ് ദയിത.
തൻ്റെ ഭർത്താവ് ഉള്ളിടത്ത് ലക്ഷ്മി ദേവിക്ക് വരണം. തൻ്റെ ഭർത്താവിനെ കുറിച്ച് ആര് പ്രിയപ്പെട്ടത് പറഞ്ഞാലും അവരെല്ലാം ലക്ഷ്മി ദേവിക്ക് പ്രിയപ്പെട്ടവരായിരിക്കും. അതുകൊണ്ട് ശ്രീകൃഷ്ണനെ കുറിച്ച് നിങ്ങൾ പ്രിയമുള്ള വാക്കുകൾ പറഞ്ഞാൽ ലക്ഷ്മി ദേവിക്ക് അത് വളരെ പ്രിയമുള്ളതായി മാറും. അപ്പം ലക്ഷ്മി ദേവിയും ഭഗവാനും തമ്മിൽ അവിനാഭാവ ബന്ധമാണുള്ളതെന്നറിയുക. ലക്ഷ്മി ദേവിയും ഭഗവാൻ ശ്രീകൃഷ്ണനും തമ്മിൽ അവിനാഭാവ ബന്ധമാണുള്ളത്. എന്താണ് ഈ അവിനാഭാവ ബന്ധമെന്ന് പറഞ്ഞാൽ? അവിനാഭാവ ബന്ധമെന്ന് പറഞ്ഞാൽ ഒരിക്കലും പിരിയാൻ പറ്റാതെ പുരുഷൻ എവിടെ പോയാലും സ്ത്രീ കൂടെ ഉണ്ടാകുന്ന ആ ബന്ധത്തെയാണ് അവിനാഭാവം എന്ന് പറയുന്നത്. കണ്ടിന്യൂസ്, തുടർച്ചയായിട്ട് ഒരിക്കലും വേർപിരിയാനാകാത്ത ബന്ധം. അപ്പോൾ ലക്ഷ്മി ദേവിയും ഭഗവാൻ ശ്രീകൃഷ്ണനും തമ്മിൽ അവിനാഭാവ ബന്ധമാണുള്ളത്. അപ്പം കൃഷ്ണൻ എവിടെ പോയാലും ലക്ഷ്മി ദേവി കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അപ്പം മനസ്സിലായില്ലേ? അപ്പം ഇതിൽ നിന്ന് എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പം കൃഷ്ണൻ എവിടെയാണോ ഉള്ളത് അവിടെയൊക്കെ രാധാജിയുടെ അംശാവതാരമായ ലക്ഷ്മി ദേവി ഉണ്ടാകും. ദേവി ഉള്ളിടത്ത് ഭഗവാനും ഉണ്ടാകും. അപ്പം എന്താ പറയുന്നത്? ഭഗവാൻ ഉള്ളിടത്ത് ഭഗവതി ഉണ്ടാകും, ഭഗവതി ഉള്ളിടത്ത് ഭഗവാൻ ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, മനസ്സിലായില്ലേ? ഭഗവാനെ ധ്യാനിക്കൂ, ഭഗവാനെ ധ്യാനിക്കൂ എന്ന് പറയുന്നത്. കാരണം ഭഗവാൻ ഉള്ളിടത്ത് ഭഗവതി, ഭഗവതി ഉള്ളിടത്ത് ഭഗവാൻ, ദേവനുള്ളിടത്ത് ദേവി വരും, ദേവി ഉള്ളിടത്ത് ദേവനും വരും. അതുകൊണ്ടാണ് നമ്മൾ വിളിക്കുന്നത് ഭഗവാനെ, ഭഗവതിയെ, ദേവനെ, ദേവിയെ എന്ന് നമ്മൾ വിളിക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പൊ ഭഗവാനെ വിളിക്ക്, ഭഗവതി താനേ വരും. ഭഗവാന്റെ കൂടെ ഭഗവതി ഇങ്ങ് വരും. അവർ രണ്ടും തമ്മിലുള്ള ആ ബന്ധം അതാണ്, അവിനാഭാവ ബന്ധമാണ്. അപ്പൊ ഹൃദയം തുറന്നങ്ങ് വിളിച്ചാ മതി. ഭഗവാനെ, ഭഗവതിയെ, ദേവനെ, ദേവിയെ, ഭഗവാനെ, ഭഗവതിയെ, ദേവനെ, ദേവിയെ, കൃഷ്ണനെ, രാധാജിയെ, കൃഷ്ണനെ, രാധാജിയെ, കൃഷ്ണനെ, രാധാജിയെ, കൃഷ്ണനെ, രാധാജിയെ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം ബ്രാം രാസേശ്വരി രാധികായൈ സ്വാഹാ.